മോട്ടോർ വാഹന വകുപ്പിന്റെ ഏത് സേവനത്തിനായും എവിടെ നിന്നും പൊതുജനത്തിന് അപേക്ഷ സമർപ്പിക്കാവുന്ന സംവിധാനത്തിലേക്ക് മാറാനൊരുങ്ങുകയാണ്. വാഹന രജിസ്ട്രേഷൻ ഉൾപ്പെടെ ഈ രീതിയിലേക്ക് മാറ്റാനാണ് തീരുമാനം. സീനിയർ ഡെപ്യൂട്ടി ട്രാൻസ്പോർട്ട് കമ്മീഷണർ സമർപ്പിച്ച ഇടക്കാല റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് മാറ്റങ്ങൾ കൊണ്ടുവരുന്നത്. ജനം പരമാവധി ഓഫീസിലേക്ക് വരുന്നത് കുറയ്ക്കുകയാണ് ഗതാഗത കമ്മീഷണർ CH നാഗരാജുവിന്റെ ലക്ഷ്യം. MVD ഓഫീസിലേക്ക് ഫോൺ വിളിക്കാൻ വരെ സമയക്രമം നിശ്ചയിച്ചത് വിവാദങ്ങൾക്ക് വഴിവെച്ചെങ്കിലും തീരുമാനത്തിൽ നിന്ന് മോട്ടോർ വാഹന വകുപ്പ് പിന്നോട്ടില്ല. സംസ്ഥാനത്ത് മേൽവിലാസമുള്ളവർക്ക് സംസ്ഥാനത്തെവിടെയും വാഹനം രജിസ്റ്റർ ചെയ്യുന്നത് സംബന്ധിച്ച് പഠിച്ച റിപ്പോർട്ട് സമർപ്പിക്കാൻ സീനിയർ ഡെപ്യൂട്ടി ട്രാൻസ്പോർട്ട് കമ്മീഷണർ R രാജീവിനെ നിയോഗിച്ചിരുന്നു. റിപ്പോർട്ട് സമർപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് വാഹന രജിസ്ട്രേഷനും ഒപ്പം മറ്റു പല സേവനങ്ങളും കൂടി എവിടെ നിന്നും അപേക്ഷ സമർപ്പിക്കാവുന്ന സംവിധാനത്തിലേക്ക് മാറ്റാൻ ഒരുങ്ങുന്നത്. യൂണിഫൈഡ് കൗണ്ടർ സിസ്റ്റം എന്നറിയപ്പെടുന്ന സംവിധാനം വരുന്നതോടെ ഏകദേശം 45 സേവനങ്ങൾ ലഭിക്കാനായി അപേക്ഷകന് ഒരു ഘട്ടത്തിലും നേരിട്ട് ഹാജരാകേണ്ടി വരില്ല. സംസ്ഥാനത്തെ ഏത് MVD ഓഫീസിൽ വേണമെങ്കിലും അപേക്ഷ പരിഗണിക്കാമെന്നതിനാൽ എവിടെയാണ് ഇത് നടക്കുന്നതെന്ന് അപേക്ഷകന് അറിയാനാവില്ല. ഇതുവഴി ഉദ്യോഗസ്ഥ തലത്തിലെ അഴിമതി തടയാനാവുമെന്നാണ് വിലയിരുത്തൽ. RB സനൂപ്, മീഡിയ 1, തിരുവനന്തപുരം.